ടോപ്പിക് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും മാർത്താണ്ഡവർമ്മയെയും കുറിച്ചാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ രാജവംശം വേണാട് രാജവംശത്തിൻ്റെ പിൻഗാമികളാണെന്ന്. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയാണ് ഈ രാജവംശത്തെ ശക്തിപ്പെടുത്തിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായി തുടർന്നു. 1949-ൽ തിരുവിതാംകൂർ സ്വതന്ത്ര ഇന്ത്യയിൽ ലയിച്ചു. മാർത്താണ്ഡവർമ്മ, കാർത്തിക രാമവർമ്മ, ധർമ്മരാജ എന്നും കാർത്തിക രാമവർമ്മയെ അറിയപ്പെട്ടിരുന്നു. സ്വാതി തിരുനാൾ തുടങ്ങിയവർ തിരുവിതാംകൂർ ഭരിച്ച പ്രധാന രാജാക്കന്മാരിൽ ചിലരാണ്. പത്മനാഭപുരം കൊട്ടാരം, തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം എന്നിവ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പ്രധാന സ്മാരകങ്ങളാണ്. തിരുവിതാംകൂറിൽ നിരവധി ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും പണികഴിപ്പിച്ചു. കലാ-സാംസ്കാരിക രംഗത്തും തിരുവിതാംകൂർ രാജവംശം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശം നിരവധി സാമൂഹിക പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം തിരുവിതാംകൂർ രാജവംശമാണ്. തിരുവിതാംകൂർ രാജവംശമാണ് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച രാജ്യവും തിരുവിതാംകൂറാണ്. വനിതാ പോലീസിനെ ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ചതും തിരുവിതാംകൂറിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. തപാൽ സംവിധാനം അഥവാ അഞ്ചൽ എന്നു പേരുള്ള തപാൽ സംവിധാനം നിലവിൽ വന്നതും തിരുവിതാംകൂറിലാണ്. പിന്നീട് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നതും തിരുവിതാംകൂറിലാണ്. രണ്ടാമതായി നിയമനിർമ്മാണ സഭയും നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ, വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്നത്, തപാൽ സംവിധാനം അഞ്ചൽ എന്നു പേരുള്ള തപാൽ സംവിധാനം നിലവിൽ വന്നതും തിരുവിതാംകൂറിലാണ്. ആദ്യമായി സെൻസസ് നടന്നതും തിരുവിതാംകൂറിൽ. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ വന്നതും തിരുവിതാംകൂറിലാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 നിലവിൽ വന്നത്. 1888 കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരുവിതാംകൂറിൽ നിലവിൽ വന്നത്. തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നായിരുന്നു തിരുവിതാംകൂറിലെ മന്ത്രിമാരെ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജവംശം രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസൻ. വഞ്ചീശമംഗളം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ്. രചിച്ചത് ഉള്ളൂർ ആണ് ദേശീയ ഗാനമായ വഞ്ചീശമംഗളം രചിച്ചത്. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭസ്വാമി. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയ്. ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി രാജ കേശവദാസാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം എന്നാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ അറിയപ്പെട്ടിരുന്നത്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം പഞ്ചഗവ്യം ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മതിലകം രേഖകൾ എന്താണ്? താളിയോല ഗ്രന്ഥങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ശംഖ്. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. ആരുടെ ഭരണകാലത്താണ് വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത്?
വർമ്മ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത്. തിരുവിതാംകൂറിൻ്റെ അശോകൻ മാർത്താണ്ഡവർമ്മ. കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. ദക്ഷിണേന്ത്യയുടെ അശോകൻ അമോഘവർഷൻ. തിരുവിതാംകൂറിൻ്റെ അശോകൻ മാർത്താണ്ഡവർമ്മ. കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. ദക്ഷിണേന്ത്യയുടെ അശോകൻ അമോഘവർഷൻ. വേണാട് ഉടമ്പടി. നമുക്കറിയാം, വേണാട് തിരുവിതാംകൂറുമായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആരുടെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യൻ നാട്ടുരാജ്യമായ തിരുവിതാംകൂറുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി കൂടിയാണ് വേണാട് ഉടമ്പടി. വേണാട് തിരുവിതാംകൂറുമായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടി. മാർത്താണ്ഡവർമ്മ 1706 ജനനം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആണ് അദ്ദേഹം. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം, ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ചുമർചിത്രം ഏതാണ്? ഗജേന്ദ്രമോക്ഷമാണ്. അത് പണി കഴിപ്പിച്ച രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.